വെൽക്കം ബാക്ക് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. കാനഡയിലെ ഏകദേശം 3 വർഷത്തിനടുത്ത് സ്റ്റേക്ക് ശേഷം വീട്ടിലേക്ക് സർപ്രൈസായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലും നാട്ടിലൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, പറയാണ്ട് പോവുകയാണ്. രാവിലെ തന്നെ ഒരു ടാക്സി പിടിച്ച് എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് 12:15 ഫ്ലൈറ്റ്, 12:45 ഫ്ലൈറ്റ്. 2 സ്ഥലത്ത് കയറി ഇറങ്ങിയൊക്കെയാണ് പോകുന്നത്. അതായത് ഫസ്റ്റ് ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് പിന്നെ മസ്കറ്റിലേക്ക്, പിന്നെ മസ്കറ്റിൽ നിന്നാണ് കൊച്ചിയിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം രാവിലെ ഒരു ഊബർ എടുത്ത് എയർപോർട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ എയർപോർട്ടിലെത്തി. 2 ചെക്ക്-ഇൻ ബാഗേജും ഒരു ക്യാബിൻ ബാഗേജും പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗുമായിട്ടാണ് എൻ്റെ യാത്ര. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെക്ക്-ഇൻ ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അവിടെ ഡ്രോപ്പ് ചെയ്യുന്നവിടെ ക്യൂ ആണ് അത്യാവശ്യം. അപ്പം ഞാൻ ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്തു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇനിയിപ്പം സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം. നമ്മുടെ ഫ്ലൈറ്റ് ഉള്ള ഗേറ്റ് നോക്കി അങ്ങോട്ട് പോകണം. അപ്പം നമ്മളിപ്പം പിയേഴ്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടൊറൻറ്റോയിലാണുള്ളത്. ഇവിടെ നമ്മൾ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലോട്ടാണ് പോകുന്നത്. കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ആദ്യത്തെ യാത്ര. ഏകദേശം ഒരു 10.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. ഇവിടെ നമുക്ക് അടിപൊളി ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കിടക്കുന്നതാണ്. ഡൽഹിയിലോട്ടും മുംബൈയിലോട്ടും കണ്ടു പോകുന്ന ഫ്ലൈറ്റാണിത്. അപ്പം ഞാനിവിടെ ഗേറ്റ് 75 ഇവിടെ വന്നിരുന്നു. ഇവിടുന്നാണ് ഈജിപ്തിലേക്ക് പോകുന്ന എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. 12:45 ഫ്ലൈറ്റ് കെയ്റോ. ഒരു 12 മണിയാകുമ്പോഴും കണ്ട് ബോർഡിങ് തുടങ്ങുന്നത്. ഇവിടുന്ന് കെയ്റോ വരെ ഈജിപ്ത് എയറിനും, അത് ഇനി ഈജിപ്തിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലോട്ടും ഒമാൻ എയറിനുമാണ് നമ്മുടെ യാത്ര. ഒരു റോയിൽ തന്നെ 9 സീറ്റുള്ളൊരു ഫ്ലൈറ്റാണിത്. എൻ്റെ സീറ്റ് നമ്പർ 44E ആണ്. അപ്പം ഇനിയിപ്പം സീറ്റ് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും അവിടെ പോയിരിക്കണം. അപ്പം ഞാൻ എൻ്റെ സീറ്റിലെത്തി. 44E കറക്റ്റ് സെൻട്രൽ സീറ്റ്, അതായത് 9 സീറ്റുള്ളതിൽ കറക്റ്റ് 5ാമത്തെ സീറ്റ്, ഏറ്റവും നടുക്കത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ പുറത്തോട്ട് ഒന്നും കാണാൻ, വിൻഡോ സൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തോട്ടൊന്നും കാണാനൊന്നുമില്ല. അപ്പം നമ്മുടെ യാത്ര ടൊറൻറ്റോയിൽ നിന്ന് നേരെ കെയ്റോയിലേക്ക്, നമ്മൾ ഈ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഒരു സെൻട്രൽ പോയിൻ്റല്ല, ഒരു ജോയിനിങ് പോയിൻ്റായിട്ടുള്ള കെയ്റോയിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവന്നു. കാരണം ഉച്ചയ്ക്കാണല്ലോ നമ്മൾ കയറിയത്. അപ്പം നമുക്ക് ലഞ്ച് കൊണ്ടുവന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ബീഫും പാസ്തയൊക്കെ ആയിട്ടുള്ളൊരു നല്ല ഡിഷായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറേ പേരൊക്കെ ഉറങ്ങുന്നു, കുറേ പേരൊക്കെ എന്തൊക്കെയോ കണ്ടോട്ടൊക്കെ ഇരിക്കുന്നു. നമ്മളും കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കെയ്റോയ്ക്ക് അടുത്തു. ഏകദേശം ഒരു 7-8 മണിക്കൂർ ട്രാവലിംഗ് ആയി ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് അവിടെ മോർണിംഗ് 6 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ലാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടു തന്നു. എന്തോ എഗ്ഗും പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തു. കിടക്കുന്ന ഈജിപ്ത് എയറിനാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ഫ്ലൈറ്റ് രാത്രിയിലാണ് ഈജിപ്തിൽ നിന്നുള്ളത്. അപ്പം ഒരു ഡേ ഫുള്ളുണ്ട്. അപ്പോൾ ഈജിപ്തിൽ പുറത്തിറങ്ങാനുള്ള പരിപാടിയൊക്കെയാണ്. വിസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈജിപ്തിൽ പുറത്തിറങ്ങി പിരമിഡൊക്കെ കാണാൻ പോകുന്നു. ഗൈസ്, അപ്പോൾ നമ്മളിപ്പം കെയ്റോ എയർപോർട്ടിൽ നിൽക്കുന്നു. ഫ്ലൈറ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇത്ര ലോങ് ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. 10.5 മണിക്കൂർ എടുത്തു ഇവിടെ ടൊറൻറ്റോന്ന് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം 10.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഈജിപ്തിൽ ഒത്തിരി നേരം ലേ ഓവറുള്ളത് കൊണ്ടാണ് പുറത്തിറങ്ങാൻ വേണ്ടി വിസയൊക്കെ എടുത്തത്. അപ്പം നമ്മൾ പിരമിഡൊക്കെ കാണാൻ വേണ്ടി ഒരു ഡേ ട്രിപ്പ് ബുക്ക് ചെയ്ത് അവർ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും. എങ്ങനെ വിസ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ തന്നെ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇപ്പോൾ ടെർമിനൽ 2 നിന്നാണ് അടുത്ത ഫ്ലൈറ്റ് എൻ്റേത്. ഞാൻ വന്നിറങ്ങി ടെർമിനൽ 3-ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 6-7 മണി സമയമേ ഉള്ളൂ. രാത്രി 1 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പം ഒരു 6-7 മണിക്കൂർ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ അടിപൊളി എയർപോർട്ടൊക്കെയാണ്, പക്ഷേ വെയിറ്റിംഗ് ഏരിയാസൊക്കെ നല്ലോണം കുറവാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അറബിക്കാണ് മെയിൻ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഓഫീസേഴ്സിനോട് പോലും സംസാരിച്ചാൽ അവർക്ക് പോലും ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒമാൻ എയറിൻ്റെ ചെക്ക്-ഇൻ കൗണ്ടർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയും ഒന്നുകൂടെ അടുത്ത ബോർഡിംഗ് പാസ് മേടിച്ച് നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് മസ്കറ്റിലേക്ക്. ഒരു 3.5-4 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ആണ് ഇവിടുന്ന് മസ്കറ്റിലേക്കുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകാം.
അപ്പോൾ ഇവിടെ നമുക്കൊരു വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ കാണാം. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു എന്തോ ഈജിപ്ത് ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അത് പക്ഷേ ഇപ്പോൾ ക്ലോസ് ആണ്. വൈകിട്ട് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലോസ് ആകുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ നമ്മുടെ ശരിക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാം. മസ്കറ്റിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോകും. അവിടെ എത്തി ഇനിയിപ്പം കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ബോർഡിങ് ആരംഭിക്കും. അങ്ങനെ നമ്മുടെ ബോർഡിങ് ആരംഭിച്ചു. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ സീറ്റ് നമ്പർ 29A ആണ്. അപ്പോൾ സീറ്റ് ആകുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റാണ്. അപ്പം ഒരു ചിറകിൻ്റെ തൊട്ട് പുറകിലായിട്ടുള്ളൊരു അടിപൊളി വിൻഡോ സീറ്റ് കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മസ്കറ്റിലോട്ട് അവിടെ മസ്കറ്റിൽ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മളവിടെ ലാൻഡ് ചെയ്യും. കയറിയവിടെ തന്നെ ഫുഡൊക്കെ കൊണ്ടുതന്നു. നൈറ്റ് ആണല്ലോ, നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഫുഡൊക്കെ കയറിയവിടെ തന്നെ കൊണ്ടുതന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം പതുക്കെ കിടന്നുറങ്ങാൻ പോകുന്നു. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും നമ്മൾ മസ്കറ്റിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ മേഘങ്ങൾക്കിടയിലൂടി താഴോട്ട് പറന്നിറങ്ങാൻ പോകുന്നു. ഇവിടെ ഇപ്പം സമയം ഏകദേശം 6:45-7 മണിയാകുന്നു. 7 മണിക്കാണ് ലാൻഡിങ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ ലാൻഡ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇത് നല്ലൊരു മോർണിംഗിൽ നല്ലൊരു മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ മസ്കറ്റിലെ മരുഭൂമിയുടെ മുകളിൽ കൂടെ നമ്മളിപ്പം മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 7 മണിയാകുന്നു. ഇനിയിപ്പം 8:30, അതായത് 1.5 മണിക്കൂറിന് ശേഷം 8:30 എനിക്ക് കൊച്ചിയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങി. ഞാൻ കാനഡയ്ക്ക് പോയപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രാൻസിറ്റ് ഉണ്ടായിരുന്ന ഒരു എയർപോർട്ടാണ് ഒമാൻ എയർപോർട്ട്. അപ്പം ഈ എയർപോർട്ടിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊച്ചിയിലോട്ട് പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു. കൊച്ചിൻ 8:35 ഇവിടുന്ന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പം കൊച്ചിയിലോട്ട് പോകേണ്ട നമ്മുടെ ഒമാൻ എയറിൻ്റെ ഫ്ലൈറ്റ് വന്നു. ഇനിയിപ്പം ബോർഡിങ്ങൊക്കെ തുടങ്ങും. നമുക്ക് ഈ പ്രാവശ്യവും വിൻഡോ സീറ്റ് തന്നെ കിട്ടിയത്. ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഒരു സെൻട്രൽ സീറ്റ് കിട്ടിയെന്നുള്ളൂ. പിന്നെ 2 ഫ്ലൈറ്റിൽ നമുക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ചെറിയത് കുറച്ച് 2 ഫ്ലൈറ്റ് ആയിരുന്നാലും 2 വിൻഡോ സീറ്റ് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ കൊച്ചിയിലോട്ട് 3.5 മണിക്കൂർ യാത്രയാണുള്ളത്. അപ്പം ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഇപ്പം നമ്മൾ പറന്നിപ്പം കൊച്ചിയുടെ മുകളിലെത്തി. ഇപ്പം നമുക്ക് അവിടെ NH-66 പണി, ഒരു 6 വരിപ്പാതയുടെ പണിയൊക്കെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. നമ്മൾ കൊച്ചിയുടെ നമ്മുടെ നാടിൻ്റെ മുകളിലെത്തി. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ഹരിതാപം പച്ചപ്പും കേരളത്തിൻ്റെ അത് പ്രത്യേക ഒരു സംഭവം തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. എന്നാൽ വീട്ടിലൊക്കെ പറയാണ്ട് വരുന്നത് കൊണ്ട് സർപ്രൈസ് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റിലാണ്. ഇപ്പം നമ്മളിവിടെ നാട്ടിൽ 1:30 സമയത്താണ് നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇമിഗ്രേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് വരും. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂട്, വേറൊരു കാലാവസ്ഥ തന്നെയാണല്ലോ. നമ്മളിപ്പം വേറൊരു കാലാവസ്ഥയിലോട്ടാണല്ലോ വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വന്ന് നമ്മളെ കൂട്ടാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ റൂമിൽ ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യും കൊച്ചിയിൽ. എന്നിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ച സമയം ആയതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നല്ലൊരു മന്തിക്കടയിൽ കയറി മന്തിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഇനിയിപ്പം വേറൊരു ഫ്രണ്ടിൻ്റെ ഇവിടെ ഫ്ലാറ്റുണ്ട്. ആ ഫ്ലാറ്റിലാണ് ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ലുലു കണ്ടു. അപ്പോൾ പിന്നെ ലുലു കയറി കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുലുവിൽ കയറി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി. പിന്നെ ഇനിയിപ്പം അടുത്ത ദിവസം രാവിലെ ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനിനാണ് പോകുന്നത് കണ്ണൂരേക്ക്. കണ്ണൂരിൽ നിന്ന് അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് ഫ്രണ്ട് കൂട്ടാൻ വേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പം വന്ദേ ഭാരത്, നമ്മൾ ഇവിടുന്ന് കാനഡയ്ക്ക് പോയതിന് ശേഷമാണ് വന്ദേ ഭാരതൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്. എറണാകുളത്ത് രാവിലെ 8:30 വരുന്നത്. അപ്പം നമ്മുടെ ട്രെയിനെത്തി. നമ്മൾ പറയുന്ന പോലെ ഹൈസ്പീഡ് ട്രെയിനാണല്ലോ. അപ്പം എനിക്കൊന്ന് എറണാകുളത്ത് നിന്ന് ഒരു 3.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരെത്തും. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി ബാഗൊക്കെ നമ്മൾ മുകളിൽ കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് വെച്ചു. അങ്ങനെ ഇനിയിപ്പം നമുക്ക് ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കയറി, അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നു, അപ്പവും കടലക്കറിയും വന്നു. അതൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് കോഴിക്കോടെത്തി.
കോഴിക്കോട് കഴിഞ്ഞ് അവിടെ തന്നെ നമ്മൾ കണ്ണൂർ ഇറങ്ങി വന്ന് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് കാറിന് കൂട്ടാൻ വന്നിട്ടുണ്ട്. കാറിന് കയറി ഇനിയിപ്പം നാട്ടിൽ കാസർഗോഡേക്ക് വീട്ടിലേക്കുള്ള യാത്രയാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നേക്കാൾ എളുപ്പം ഞങ്ങൾക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണൂർ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് തന്നെയാണ് ചേച്ചിയുടെ വീടുള്ളത്. അപ്പം ചേച്ചിയുടെ വീട്ടിലിറങ്ങിയിട്ട് ചേച്ചിക്കും സർപ്രൈസ് കൊടുത്തിട്ട് ചേച്ചിനെയും കൂട്ടിയിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തി. പക്ഷേ വന്നപ്പം അവർ അവിടെ ഇല്ലായിരുന്നു. അവർ പുറത്തെവിടെ പോയിട്ട് വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയ്ക്കും സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ പ്രതീക്ഷ പോലെ. പക്ഷെ എന്ന് വെച്ചാലും അവർ സർപ്രൈസ്ഡായി. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അമ്മയ്ക്കും പപ്പയ്ക്കും ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു വരുന്ന കാര്യം. മമ്മി ഇവിടെ വാ പൊളിച്ച് നിൽക്കുമായിരുന്നു എന്നെ കണ്ടപ്പോഴത്തേക്ക്. മമ്മിക്ക് അങ്ങ് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ അങ്ങ് പറ്റുന്നില്ല ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. എന്താണേലും വിചാരിച്ച പോലെ തന്നെ ഒരു സർപ്രൈസ്, നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റി. അപ്പം 3 വർഷത്തിന് ശേഷം എന്നെ കണ്ട സന്തോഷത്തിൽ വീട്ടുകാരും, 3 വർഷത്തിന് ശേഷം വീട്ടുകാരെ കണ്ട സന്തോഷത്തിൽ ഞാനും. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.